ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള MS ഓഫീസ്, വേർഡ് ആൻഡ് എക്സൽ, നമ്മൾ എല്ലാ കണക്കുകളും ഒരുവിധം എക്സലിൽ സൂക്ഷിക്കാറുണ്ട്, അതുപോലെ തന്നെ വേർഡിൽ സൂക്ഷിക്കാറുണ്ട്. ഇത് PC-യിലാണ് നമ്മൾ മെയിൻലി ചെയ്യാറ്. എന്നാലിത് നമുക്ക് ഐഫോണിലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് സിമ്പിളായിട്ട് MS എക്സലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ PC-യിൽ ഉപയോഗിക്കുന്ന അതേ എക്സൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഐഫോണിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ വേർഡും ഉപയോഗിക്കാം. പക്ഷേ യൂസ് ചെയ്യാൻ കംഫർട്ട് എന്തിലാണ്, PC-യിലാണ്. പക്ഷെ എന്നാലും ചില ബിസിനസ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പഠനാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ചില ഫയൽസ്, ഇപ്പോൾ ഒരാൾ PC-യിൽ ചെയ്ത ഫയൽസ് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരികയാണെങ്കിൽ നമുക്ക് ഫോണിൽ എന്ത് ചെയ്യാം, എക്സലിൽ തന്നെ അത് തുറക്കാൻ പറ്റും. ഇത് വളരെ പോപ്പുലറായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചില ആളുകൾക്ക് അറിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടുനോക്കാം. ഗൈസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്പ് സ്റ്റോർ പോയിട്ട് ഇപ്പോൾ എക്സൽ ആണെന്നുണ്ടെങ്കിൽ MS എക്സൽ എന്ന് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ അടിച്ചെടുത്തു. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഒന്നും കണ്ട, മൈക്രോസോഫ്റ്റ് എക്സൽ. കാരണം ഇത് ഞാനിവിടെ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചാണ്, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ കൊടുത്താൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന അതേ ടെംപ്ലേറ്റ്സ്. പുതിയ ഷീറ്റ് വേണമെങ്കിൽ പുതിയ ഷീറ്റ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള കമന്റ്സ് ഒക്കെ കൊടുക്കാം, വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഇതിന്റെ വേറൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പിൽ ഇതായപ്പോൾ ഞാനൊരു അയച്ചിട്ടുള്ള ഫയലാണിത്. ഈ ഫയൽ എനിക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, എക്സ്പോർട്ട് ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. കണ്ട, ഇതൊരു VLOOKUP ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താണ്, എക്സലിലോട്ട് എക്സ്പോർട്ട് ചെയ്താണ്. ഇത് എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ MS വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, MS വേർഡിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കും. ഇതുപോലത്തെ ചെറിയ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.